നമസ്കാരം. കഴിഞ്ഞ സർക്കാരിൻ്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പലപ്പോഴുമുള്ള പത്രസമ്മേളനം നമുക്കറിയാം. എങ്കിലും അത്തരത്തിലുള്ള വീഴ്ചകളിലേക്ക് നമ്മളെത്താം. അതിനു മുൻപായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ക്യാബിനറ്റിന് ശേഷം മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു നടപടി ഇനി മുതൽ, അതായത് കഴിഞ്ഞ കാലങ്ങൾ 2018-19 കാലഘട്ടങ്ങളിലെ പ്രളയത്തിന് ശേഷം അതിനുശേഷം ഒരു കഴിഞ്ഞ സർക്കാർ, അതായത് LDF സർക്കാർ നൽകാത്ത ചില ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ഒന്ന് രണ്ട് പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം, ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും ഈ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവർ, അതോടൊപ്പം തന്നെ ചെറുകിട കൃഷി നടത്തുന്നവർ, അതോടൊപ്പം തന്നെ കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, അങ്ങനെ തുടങ്ങി അവർക്കൊക്കെ ഉണ്ടാകുന്നിരുന്ന മിനി സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലൊക്കെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസൊക്കെ നടത്തി ചെറിയ ചെറിയ കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു തരം ലോണ്, ഒരു സോഫ്റ്റ് ലോൺ പോലെ ഒരു ലോൺ ഏർപ്പാടാക്കുന്നു. ആ ലോണ് 12 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് ലോൺ ലഭിക്കുക. ഈ 12 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ആളുകളുടെ ഒരു 25% അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ചെറിയ എമൗണ്ട് എന്നുള്ളത് നോക്കിയിട്ട്, ഈ 25% ആണോ അല്ലെങ്കിൽ 3 ലക്ഷമാണോ, ഇതനുസരിച്ച് 25% അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ ഇളവ് ചെയ്ത് സർക്കാർ നൽകും എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അതിൻ്റെ ഒരു 5 വർഷത്തെ 9% പലിശ സംസ്ഥാന സർക്കാർ അടയ്ക്കും. നല്ലൊരു പ്രോജക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഏറ്റവും മികച്ച ഒരു തീരുമാനമായി തന്നെ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ്. മറ്റ് സർക്കാരുകൾക്ക്, ഇതുവരെ ഉണ്ടായിരുന്ന സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് വി ഡി സതീശന് കഴിയുന്നു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിൽ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഉണ്ടാകാതിരുന്നതും എന്നാൽ ഇപ്പോൾ പുതിയത് നടപ്പിലാക്കുന്നത് നമുക്കറിയാം. നമ്മുടെ റാന്നി, കോന്നി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിരവധി കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ വെള്ളം കയറിയ സാഹചര്യത്തിൽ പലയിടങ്ങളിലും അവർക്കുണ്ടായത്, ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് പലരും പുതിയ സ്റ്റോക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുകയൊക്കെ ചെയ്തു. അതിനെല്ലാം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഒരു പക്ഷേ ആ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുകയുടെ നഷ്ടമൊന്നും ആയിരിക്കില്ല അവർക്കുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കടക്കാർക്കെല്ലാവർക്കും, അല്ലെ അത്തരത്തിലുള്ള വ്യവസായികൾക്കെല്ലാം കൂടെ ചേർത്തൊരു 10,000 രൂപ വീതം ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ, അല്ലാതെ അവരുടെ നഷ്ടത്തിനനുസരിച്ചുള്ള തുകയായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയില്ല എങ്കിൽ തന്നെയും അവർക്കൊക്കെ ഒരു ആശ്വാസ നടപടി എന്നുള്ള നിലയിൽ ഒരു 10,000 രൂപ വെച്ച് അവർക്കെല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് അവരുടെ ജീവിതം ഒന്ന് ലെവലാകുന്നവരെ റേഷൻ കാർഡ് എണ്ണം അനുസരിച്ച് 300 രൂപ വീതം എന്നുള്ള നിലയിലേക്ക് അവർക്ക് നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ സർക്കാരിനെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിലേറെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുൻകരുതലുകൾ യഥാവിധി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടുന്ന അറിയിപ്പുകൾ, അലർട്ടുകൾ കൃത്യമായി വരുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നവുമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വയനാട് ചൂരൽമല, ഉണ്ടക്കി ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ, അപ്പം അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവിടെ കൃത്യമായി ഈ വെതർ ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച പറ്റിപ്പോയി എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു, സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കേന്ദ്ര സർക്കാരായിരുന്നു നോക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ നിന്ന് വെറുതെ കുറ്റം പറയുക എന്നുള്ളതായിരുന്നില്ല കേന്ദ്രത്തിൻ്റെ അന്നത്തെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി, നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പും വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാം 2018 മുൻപ് നമുക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. കാരണം അതുകൊണ്ടാണ് അതിനെ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം എന്ന് തന്നെ വിളിക്കുന്നത്. ഒരു രാത്രിയിൽ കുതിച്ചെത്തിയ വെള്ളം എല്ലാ വീടുകളിലേക്കും ഇടിച്ചു കയറുന്നു, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ആൾക്കാർ മാറുന്നു, അതിന് ഡാം തുറന്നു വിട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്കിൽ തന്നെയും അത്രയേറെ ബുദ്ധിമുട്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും ഒരു രാത്രിയിൽ പലതും അവർക്ക് ഒലിച്ചു പോവുകയും ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. വലിയൊരു വിപത്തായി അത് മാറി.
പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് അനുസരിച്ച് ഇനിയും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും തുടർന്ന് 2019 വീണ്ടും ഇതുപോലെ ഒരു കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും നമ്മുടെ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അതേ തുടർന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. പിന്നെ അതിനുശേഷം നിരന്തരം ഒരു മഴ പെയ്യുമ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലകളിലുള്ള ആൾക്കാരുടെ ഉള്ളിലൊരു ചങ്കിലൊരു തീയാണ്. കാര്യം എപ്പോഴാണ് ഈ മലവെള്ളപ്പാച്ചിൽ കുതിച്ചെത്തുക എന്നുള്ള ഒരു സംശയം, ഒരു ആശയക്കുഴപ്പം, ഒരു ഭീതി, ഒരു ഭയം, ഇതെല്ലാം സാധാരണക്കാരുടെ ഇടയിലേക്ക് നിഴലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ 2026 എത്തിയപ്പോൾ വീണ്ടും അതേ പ്രതിസന്ധിയിലൂടെ നമ്മുടെ കേരളം കടന്നു പോകുന്നു. ഗതാഗതം മുടങ്ങുന്നു, ആൾക്കാർക്ക് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായി ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ ആളപായമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് AI ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാലം മാറി. 2018 അല്ല 2026 എന്ന് പറയുമ്പോൾ 2018 ഒരു പക്ഷേ നമ്മൾ AI ടെക്നോളജിയെക്കുറിച്ച് ചിന്തിച്ചിട്ടോ കേട്ടിട്ടോ പോലും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. അപ്പം 2026 എത്തുമ്പോൾ കാലം മാറുന്നു. AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റെയിൻ ഡിറ്റക്ഷൻ പോലെയുള്ള സംവിധാനങ്ങൾ, കാലാവസ്ഥാ പ്രവചനം കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻകരുതലുകൾ എടുക്കാം, ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടടുത്ത് മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അതുമൂലം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ട ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരവും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. അങ്ങനെ പങ്കുവയ്ക്കുമ്പോഴാണ് VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹം, നമ്മുടെ മുഖ്യമന്ത്രി, എത്രത്തോളം മുന്നോട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞു പോയ സർക്കാർ ചെയ്യാതെ പോയി. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ അനുവദിക്കുന്നു. കൃഷി ഏകദേശം 1800 ചില്ലുവാനം ഹെക്ടർ ഭൂമിയിലെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വീടും സ്ഥലവും കൂടി നഷ്ടപ്പെട്ടവർക്ക് ഏകദേശം ഒരു 12 ലക്ഷം രൂപ എന്നുള്ള കണക്കിലേക്ക് വന്നിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് 4-6 ഉയർത്തുന്നു. അതോടൊപ്പം ഈ വീട് ആൾക്കാരെ, അതായത് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം രൂപ നൽകുന്ന ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവരുടെ മരണപ്പെട്ടവരെ ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു 10,000 രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുവദിക്കും. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ അനുവദിക്കും. ഇനി കഴിഞ്ഞുപോയ സർക്കാർ ചെയ്യാതിരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതും VD സതീശൻ വളരെ കാര്യമായി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ സർക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നമ്മുടെ പമ്പായാറ്, അച്ചൻകോവിലാറ്, അതായത് നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ആറുകളിലെല്ലാം ധാരാളമായി കഴിഞ്ഞ മഴക്കാലത്ത് ചെളിയും അതോടൊപ്പം തന്നെ കാര്യങ്ങളും മണ്ണും വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അണക്കെട്ടുകൾക്കുള്ളിലും ഈ പറയുന്ന പോലെ അണക്കെട്ടിൻ്റെ ആഴം കുറയുന്ന സാഹചര്യം, ചെളിയും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞിട്ട്. പക്ഷേ കാലാകാലങ്ങളായി കഴിഞ്ഞ പ്രളയത്തോടു കൂടി നമ്മളിതൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ്. 2018 ശേഷം സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി വിദേശയാത്രയൊക്കെ ചെയ്ത് ഡച്ച് മാതൃകയിൽ കേരളത്തെ എന്തോ മാറ്റും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ തന്നെയും ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായില്ല എന്നുള്ളതാണ് ഈ 2026 പ്രളയം സൂചിപ്പിക്കുന്നത്. മണ്ണെടുത്ത് മാറ്റൽ നടന്നിട്ടില്ല, അവിടെ നിന്ന് ഈ ആറുകളിൽ അത് ഡ്രഡ്ജിങ് പ്രോപ്പറായി നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രി അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടനാടൻ മേഖല വല്ലാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടനാടൻ മേഖലയിൽ ഏത് സമയത്ത് നമ്മൾ നോക്കിയാലും വെള്ളക്കെട്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ജീവിച്ചു പോവുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും മഴ ആ പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്പിൽവേയിലൂടെ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ഒഴുകേണ്ട വെള്ളത്തിൻ്റെ 4/1 മാത്രമാണ്, അതിൻ്റെ കപ്പാസിറ്റിയുടെ 4/1 മാത്രമാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മണ്ണ് നീക്കം നടക്കുന്നില്ല. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആരും തന്നെ ഇമാതിരി പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. കഴിഞ്ഞു പോയ സർക്കാർ ഈ പറയുന്ന വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനവും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളൊരു വസ്തുതയും മുഖ്യമന്ത്രി പറയുമ്പോഴാണ് എന്താണ് കഴിഞ്ഞ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടന്ന ആ വികസനം എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംശയം തോന്നുന്നത്.